എന്തായാലും പവർ ടീമിനെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ച് നമ്മുടെ വാണിംഗ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കാര്യം ഇവർക്ക് മീറ്റിംഗ് വിളിച്ച് ലിവിങ് ഏരിയ വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഇവരുടെ ഈ 5 എണ്ണത്തിൻ്റെ മണ്ടയോട്ട് കയറുന്നില്ല. ടാസ്ക് വീണ്ടും പുനരാരംഭിക്കുക എന്ന് പറയുമ്പോൾ ഇവർ വിചാരം എന്താണെന്നറിയാമോ, ഇവർ പിരിച്ചുവിട്ട് എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് വീണ്ടും 4, 3, 7 വരെ വെച്ച് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആകെ ജിൻഡോ, നമ്മുടെ ശ്രീതു, അർജുൻ, ഇവർ 3 പേരും, പിന്നെ നമ്മുടെ സിജോയും അതുപോലെ ശ്രീരേഖ, ഇത്രയും പേരേ ഉള്ളൂ ടാസ്ക് ചെയ്യാൻ. വേറെ എല്ലാവരും പിടിച്ച് പുറത്താക്കി. പവർ ടീം എന്ന് പറഞ്ഞാൽ മുതലാളിമാരാണ്. ഇപ്പം മുതലാളിമാർ ജോലി ചെയ്യുന്നുണ്ട്, മാത്രമല്ല വന്ന് കയറി അതിഥികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ടാസ്ക് പോകുന്നത്. എന്നിട്ടും ബിഗ് ബോസ് ലിവിങ് ഏരിയ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാത്ത ഈ 5 എണ്ണത്തിനെ ഇപ്പം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഗെയിം അത്ര ഫ്ലോപ്പാണ്, പവർ ടീം വൻ പരാജയമാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ ചോദിക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് വീണ്ടും പറഞ്ഞു വിടുവാണ്. ഇവർ വീണ്ടും ആ പറഞ്ഞു വിട്ടവരൊക്കെ വിളിച്ച് കയറ്റി ടാസ്ക് ഈ ദിവസമെങ്കിലും അടിപൊളിയാക്കിയാൽ നല്ലതായിരുന്നു. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വിളിച്ച് പവർ റൂമിനെ വിളിച്ച് പറയേണ്ടി വന്നു, നിങ്ങളെ പവർ ടീം അട്ടർ ഫ്ലോപ്പാണെന്ന് പറയേണ്ടി വന്നു. അത്രയ്ക്കും നല്ല അടിപൊളി ടാസ്ക് ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അതിഥികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. അതിന് പകരം ഈ പിരിച്ചു വിട്ടവരെ വിളിച്ച് കയറ്റിയിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചെങ്കിലോ. അപ്പോൾ ഇവരെല്ലാവരും ഈ 5 എണ്ണം വലിയ സംഭവമാണ്, ബാക്കിയുള്ളവരെല്ലാം വെറുതെ ആണ് എന്ന രീതിയിലാണ് ഇവർ ഗെയിം പൊയ്ക്കൊണ്ടിരുന്നത്. അത് അങ്ങനല്ല, പവർ ടീം അട്ടർ ഫ്ലോപ്പാണെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഇനി ഇത് മനസ്സിലാക്കി ഗെയിം കളിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.